നമ്മളെല്ലാവരും ഇപ്പോൾ നോമ്പിലാണല്ലോ. നോമ്പിലൂടെ യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട ആത്മചൈതന്യവും തഖ്വയും കൂടെ ഒപ്പം നമുക്ക് ലഭിക്കുന്ന ഒരു ബോണസാണ് സത്യത്തിൽ ആരോഗ്യം തിരിച്ചു കിട്ടുക എന്നുള്ളത്. നോമ്പിലൂടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സത്യത്തിൽ പരിഹാരമാവുന്നുണ്ട്. അതിൽ ഒന്നാമതായി ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയാണ്. ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ശരീരത്തിൽ ഇഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് സത്യത്തിൽ വേണ്ടത്. അതായത് ഇപ്പോൾ ഷുഗർ രോഗികൾ എടുക്കുകയാണെങ്കിൽ, ടൈപ്പ് 2 ഡയബറ്റീസ് മെൽലിറ്റസ് പ്രത്യേകിച്ച് എടുക്കുകയാണെങ്കിൽ അതിൽ ഇൻസുലിൻ വരുന്നുണ്ട്, ഇൻസുലിൻ ഉണ്ട്, ഒരുപാട് ഇൻസുലിൻ ഉണ്ട്. പക്ഷേ അതെന്തെങ്കില്ല, ശരീരം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുന്നില്ല. ബ്ലഡിലെ ഗ്ലൂക്കോസ് എല്ലാ കോശങ്ങളിലേക്കും വലിച്ചെടുക്കണം. ആ വലിച്ചെടുക്കുന്നതിനെ ആ സെല്ല് കൃത്യമായി ആ ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുക, ഇൻസുലിനോട് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ആ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാത്ത അവസ്ഥയുണ്ട്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് സത്യത്തിൽ ഇപ്പോഴത്തെ പ്രശ്നം. അത് തന്നെയാണ് ഇപ്പോൾ വരുന്ന, ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ പുതിയ വരുന്ന രോഗികൾ, അതായത് ഈ ഷുഗർ എല്ലാ ദിവസവും ക്രമാതീതം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ഒക്കെ ഷുഗർ രോഗിയായിട്ട് മാറുന്നതിനെ സത്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയിലൂടെ നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ സന്തോഷ വാർത്തയാണ് സത്യത്തിൽ ഷുഗർ രോഗികളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നത്. രണ്ടാമതായി നമ്മുടെ ഒരു മെറ്റബോളിസം തന്നെ മാറുകയാണ്. അതായത് ഇതുവരെ നമ്മൾ കഴിച്ചിരുന്ന ഗ്ലൂക്കോസ് മെറ്റബോളിസം ആയിരുന്നു. ആ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൽ നേരിട്ട് തിരിഞ്ഞ് ഫാറ്റ് മെറ്റബോളിസത്തിലേക്ക് മാറുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ഇതുവരെ ഓടിച്ച പെട്രോൾ എഞ്ചിൻ നിന്ന് ഡീസൽ എഞ്ചിനിലേക്ക് മാറുന്ന പോലെ കംപ്ലീറ്റ്ലി മാറുകയാണ്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ ഫാറ്റുകളാണ് ഉപയോഗിച്ചാണ് എനർജി രൂപപ്പെട്ട് വരുന്നത്. അതിൻ്റെ ശരീരത്തിലെ ഊർജ്ജം ഉണ്ടാക്കുന്നത് ഫാറ്റിലൂടെയാണ്. അപ്പോൾ ഫാറ്റ് നന്നായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന കൊഴുപ്പുകളെ നന്നായിട്ട് ഇത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് എനർജിയിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കൊഴുപ്പ് നന്നായിട്ട് ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും. മൂന്നാമതായി, ശരീരത്തിൽ നല്ല ഡീറ്റോക്സ് ആണ് ഈ നോമ്പിലൂടെ ലഭിക്കുന്നത്. ലിവർ ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ലിവർ നന്നായിട്ട് നല്ല ഫ്രീ ആണല്ലോ. അപ്പോൾ ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്ത് ശരീരത്തിലെ മുഴുവൻ വിഷാംശങ്ങളെയും അനാവശ്യമായി കെട്ടിക്കിടക്കുന്ന ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യണം. നന്നായിട്ട് റിമൂവ് ചെയ്ത് അത് കളയുന്നുണ്ട്. നാലാമതായി, ബ്രെയിൻ ഫംഗ്ഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അതായത് നേരത്തെ പറഞ്ഞ ഫാറ്റ് മെറ്റബോളിസം ആണല്ലോ, അതായത് കീറ്റോൺസ് നന്നായി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതോടുകൂടി ബ്രെയിനിലേക്ക് നന്നായിട്ട് എനർജീനെ കടത്തിവിടാൻ, നല്ല എനർജി പമ്പ് ബ്രെയിനിലേക്ക് ഉണ്ടാക്കുകയും അതുവഴി അവിടെയുള്ള ഇൻഫ്ലമേഷൻ, അവിടെയുള്ള നീർക്കെട്ടുകളൊക്കെ നന്നായി കുറച്ച് കൊണ്ടുവരും. അതുപോലെ അവിടെയുള്ള കെട്ടിക്കിടക്കുന്ന മെറ്റബോളിക് ടോക്സിൻസ്, അവിടെയുള്ള വിഷാംശങ്ങൾ, അവിടെയുള്ള ഫ്രീ റാഡിക്കൽസ് ഒക്കെ, അവിടെയുള്ള ശരിക്കും ശരീരത്തിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ബ്രെയിനിൽ ഉണ്ടാകുന്നുണ്ടല്ലോ, അതുകൊണ്ടാകുന്ന ഒരുപാട് ബൈ പ്രോഡക്ട്സ് ഉണ്ട്, ഫ്രീ റാഡിക്കൽസ്, അതുപോലെ ലെവി ബോഡീസ്, അതൊക്കെ തന്നെ കംപ്ലീറ്റ് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ, ക്ലെൻസ് ചെയ്ത് കളയാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ല ബ്രെയിൻ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യും. ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ആകും. അതായത് അവിടെയുള്ള സെല്ലുകൾ തമ്മിൽ നല്ല കണക്ടിവിറ്റി നല്ല ശക്തമാവും. അതോടുകൂടി ബ്രെയിൻ ശരിക്കും റീവയറിങ് ചെയ്യുന്നതാണ് ഫാസ്റ്റിങ്ങിലൂടെ. അതുകൊണ്ട് നമുക്ക് നല്ല പൊട്ടൻഷ്യലായിട്ട് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പവർഫുൾ ബ്രെയിൻ നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അഞ്ചാമതായി, നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. അതോടുകൂടി ശരീരത്തിലുള്ള മുഴുവൻ ക്രോണിക് ഇൻഫ്ലമേഷൻ, കെട്ടിക്കിടക്കുന്ന ഒരുപാട് നീർക്കെട്ടുകളുണ്ട്, അത് ഹൃദയം മുതൽ എല്ലാ അവയവങ്ങളും ചെറിയ ചെറിയ നീർക്കെട്ടുകളുണ്ടാവും. അത് ഒരുപാട് കാലങ്ങളായി, വർഷങ്ങളായി ഉണ്ടാവും. ആ നീർക്കെട്ടുകളൊക്കെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി പുറന്തള്ളാൻ ഈ നോമ്പിലൂടെ സാധിക്കും. പക്ഷേ ഗുണങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ കൃത്യമായ ഒരു ആരോഗ്യകരമായ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.